ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ച കുട്ടികൾ നിങ്ങളുടെ ഇടയിലുണ്ട്. രണ്ട് മീഡിയക്കാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുക. സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമുക്കിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ്സിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും ആണ്. Sets. Consider the collection of objects. Collection means കൂട്ടം. നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ട്. Odd natural numbers less than 10. It is collection of odd natural numbers less than 10. We know what are odd natural numbers? 1, 3, 5, 7, etc. Then less than 10. Then the numbers are 1, 3, 5, 7, 9. These numbers are odd natural numbers less than 10. അപ്പോൾ ഈ കളക്ഷനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അല്ലേ? 5 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ കളക്ഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്ന് പറയാൻ കഴിയും. 0 ഈ കളക്ഷനിൽ ഇല്ല എന്ന് പറയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ദാറ്റ് കളക്ഷൻ. Then the vowels are A, E, I, O, U. ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് തന്നിട്ട് അത് വവലാണോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ കളക്ഷനിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ്. നമുക്കറിയാം, ട്രയാങ്കിൾസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അതും നമുക്ക് ആൻസർ പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് ആരോട് ചോദിച്ചാലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന് പറഞ്ഞ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് ഏതൊക്കെയാ? ജനുവരി, ജൂൺ, ജൂലൈ ആണല്ലോ ജെ എന്ന് പറഞ്ഞ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്. അപ്പൊ ഫെബ്രുവരി ജെയിലാണോ എന്ന് ചോദിച്ചാൽ നോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. കൺസിഡർ ദീസ് കളക്ഷൻസ്. Next, consider another type of collections. A team of 11 best cricket batsmen of the world. അപ്പോ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനില് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാന്റെ പേര് പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ ആൻസർ ആയിരിക്കുമോ പറയുക? അപ്പോ ഒരു പേഴ്സണിൽ നിന്നും അടുത്ത പേഴ്സണിലേക്ക് പോകുമ്പോൾ ആൻസറിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോ ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാന് അതിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്നോ നോ എന്നോ പറയാൻ കഴിയില്ല. ഒരാളോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ആ ബാറ്റ്സ്മാൻ ഉൾപ്പെടാം, പക്ഷെ അടുത്ത ആള് പറയുന്ന ആൻസറിൽ ആ ബാറ്റ്സ്മാൻ ഉണ്ടാവാതിരിക്കാം. അപ്പൊ എല്ലാവർക്കും ആ 11 കളിക്കാര് സെയിം ആയിട്ട് വരണമെന്നില്ല. പക്ഷെ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് ക്ലാസ്സിലെ എല്ലാ കുട്ടികളോട് ചോദിച്ചാലും ആൻസർ എത്രയായിരിക്കും? 1, 3, 5, 7, 9. ഈ 5 ഒബ്ജക്ട്സ് തന്നെ ആയിരിക്കും ആൻസർ.
അല്ലാതെ ഇതിൽ കൂടുതലോ കുറവോ ഉണ്ടാകില്ല. ബട്ട് ഇവിടെയാണെങ്കിലോ ഓരോ ആളോട് ചോദിച്ചാൽ ഓരോ ആൻസേഴ്സ് ആണ് കിട്ടുക. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇപ്പൊ റൈറ്റേഴ്സിൽ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ്, അതും ഇതേ രീതിയിൽ നിങ്ങളോട് 10 എഴുത്തുകാരെ കുറിച്ച് പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന പേരുകൾ എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. എല്ലാവരും ഒരേ പേര് എഴുതില്ല, അല്ലെ? ഇവിടെ ഇപ്പൊ നമ്മളെ സെക്കൻഡ് മുകളിലത്തെ നോക്കിയാൽ വവൽസ് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഏതാ എഴുതുക? AEIOU. ഈ 5 ലെറ്റേഴ്സ് ആയിരിക്കും എല്ലാവരും എഴുതുക. പക്ഷേ ഈ 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ പേര് ആയിരിക്കില്ല എഴുതുക. ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബ്യൂട്ടിഫുൾ ഗേൾസ്, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായ ബ്യൂട്ടിഫുൾ ഗേൾസിന്റെ പേരെഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ പേരാണോ എഴുതുക? ചില ആൾക്കാർക്ക് കറുപ്പിന് 7 അഴകാണ്, അല്ലെ? ചില ആൾക്കാർക്കോ വെളുപ്പായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കണ്ണ്. ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? അവരുടെ തിങ്കിങ് ഡിഫറന്റ് ആയിരിക്കും. അപ്പോ എല്ലാവരും ഒരേ പേരായിരിക്കില്ല എഴുതുക. അപ്പോൾ അതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുമ്പോൾ ആൻസറിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം. ഒരു 5 ബെസ്റ്റ് ആക്ടേഴ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോരാൾ എഴുതുന്നതും എന്തായിരിക്കും? ഡിഫറന്റ് പേരുകളായിരിക്കും. അപ്പോൾ ഈ 2 കളക്ഷനിലും എന്ത് വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും? ഇവിടെ നിങ്ങളുടെ ആരോട് ചോദിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ചോദിച്ചാൽ നിങ്ങൾ സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, മട്ടത്രികോണം ഇങ്ങനെയുള്ള പേരുകളെ ആരും പറയുകയുള്ളൂ. മന്ത് ചോദിച്ചാൽ ജനുവരി, ജൂൺ, ജൂലൈ അതേ പറയുകയുള്ളൂ. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുമ്പോൾ ആൻസർ എന്ത് ചെയ്യുന്നു? വ്യത്യാസം വരുന്നു. അപ്പോ ആൻസറിൽ വ്യത്യാസം വരാതെ എല്ലാവർക്കും ഒരേ ആൻസർ ആണെങ്കിൽ, അതായത് ഒരു ഒബ്ജക്റ്റ് തന്നാൽ ആ ഒബ്ജക്റ്റ് ഈ കളക്ഷനിൽ വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുന്ന കളക്ഷനെയാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പോൾ ഫസ്റ്റ് 4 എക്സാമ്പിൾസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ബട്ട് ലാസ്റ്റ് തന്ന ഈ 4 എക്സാമ്പിൾസ് എന്തല്ല? വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. That means 1 to 4 is a well-defined collection of objects. That means what is meant by well-defined? We can definitely decide whether a given particular object belong to a given collection or not. That means ഒരു object belong to that collection or not belong to that collection നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ that collection is said to be a well-defined collection. Clear? അപ്പോൾ നമ്മളുടെ 1 മുതൽ 4 വരെയുള്ള എക്സാമ്പിളിൽ ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് ആ കളക്ഷനിൽ ഉള്ള ഒബ്ജക്റ്റ് ആണോ അതോ ഇല്ലാത്ത ഒബ്ജക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ പറയാൻ കഴിയും. ബട്ട് ലാസ്റ്റ് 4 എക്സാമ്പിൾസിൽ അങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് അതിൽ ഉള്ളതാണോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് പോകുമ്പോൾ ആ ഒബ്ജക്ട്സ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് കിട്ടുക. ബട്ട് എക്സാമ്പിൾ 5 to 8 ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പോ കളക്ഷനിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെങ്കിൽ ദാറ്റ് കളക്ഷൻ ഈസ് സെറ്റ് ടു ബി എ സെറ്റ്. അപ്പോൾ നമുക്ക് സെറ്റിന്റെ ഡെഫിനിഷൻ പറയാം.
സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. അപ്പോ നിങ്ങൾ ഒരു എക്സാമ്പിൾ തന്നാൽ അത് സെറ്റാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് സെറ്റാണ്, അല്ലാത്ത ഒക്കെ എന്താണ്, നോട്ട് സെറ്റ്. അധികവും ബ്യൂട്ടിഫുൾ, ടാലന്റഡ്, ബെസ്റ്റ്, ബാഡ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കില്ല, സെറ്റ് ആയിരിക്കില്ല. അപ്പോ 1 to 4 examples are sets, but 5 to 8 are not sets. Solution of the equation x square minus 5x plus 6 equal to 0. Is this collection is a set? x square minus 5x plus 6 equal to 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. This is a quadratic equation. ഒരു quadratic equationന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? x equal to minus b plus or minus root b square minus 4ac by 2a. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഹിയർ സൊല്യൂഷൻസ് ആർ 2 and 3. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ 2ഉം 3ഉം ആണ്. അപ്പോൾ 2 സൊല്യൂഷൻ ആയതുകൊണ്ട് എന്താ കിട്ടുക? 2 സ്ക്വയർ മൈനസ് 5 into 2 plus 6 എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2 ഒരു സൊല്യൂഷൻ ആണ്. ഇനി ഇതൊരു 4 സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ 4 സ്ക്വയർ മൈനസ് 5 into 4 plus 6 എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. അപ്പോൾ 4 is not a solution, 5 is not a solution. അപ്പോ ഒരു ഒബ്ജക്റ്റ് തന്നാൽ അത് ഇതിൽ ഉള്ള ഒബ്ജക്റ്റ് ആണോ അല്ലയോ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. 2ഉം 3ഉം മാത്രമേ ഈ സെറ്റിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ദ കളക്ഷൻ ഓഫ് ഗുഡ് ഫിലിംസ് ഇൻ മലയാളം. ഗുഡ് ഫിലിംസ് ഇൻ മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ. എല്ലാ ഫിലിംസും നമുക്ക് പറയാം. ബട്ട് ഗുഡ് ഫിലിം, നല്ല സിനിമ എന്ന് പറഞ്ഞാല് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ ആൻസർ ആയിരിക്കും എഴുതുക. എല്ലാവരും ഒരു 10 നല്ല ഫിലിംസിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സില് എല്ലാവരും ഒരേ ആൻസർ ആണോ എഴുതുക? ഒരിക്കലും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ദിസ് കളക്ഷൻ ഈസ് നോട്ട് എ സെറ്റ്. നോട്ട്. അപ്പൊ നമ്മളുടെ സെറ്റില് ഒബ്ജക്ട്സ് വരുന്നുണ്ട് അല്ലെ? വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വാട്ട് ആർ ദ വവൽസ്? എ, ഇ, ഐ, ഒ, യു. ഈ വവൽസിനെ നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു. ഈ ഒബ്ജക്ട്സിന്റെ വേറെ പേരാണ് എലമെന്റ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. ആ സെറ്റിലുള്ള എലമെന്റ്സ് എന്നോ മെമ്പേഴ്സ് എന്നോ പറയാം. നമ്മൾ എലമെന്റ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോ സെറ്റില് ആ കളക്ഷനിലുള്ള ഒബ്ജക്ട്സിന് പറയുന്ന പേര് എലമെന്റ്സ് ഓഫ് ദി സെറ്റ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് ഒബ്ജക്ട്സ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, സി, എക്സ്, വൈ, സെഡ് എക്സെട്ര. അപ്പോ സെറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നെയിം കൊടുക്കണം. അപ്പൊ സെറ്റ്സിന് നെയിം കൊടുക്കുന്നത്, അതായത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. എ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ്സിനെ ഡിനോട്ട് ചെയ്യാം. ഇനി സെറ്റ്സിലുള്ള എലമെന്റ്സ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടല്ല, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റിലുള്ള എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ ദാറ്റ് മീൻസ് വവൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എ, ഇ, ഐ, ഒ, യു അല്ല എഴുതുക. സ്മോൾ ലെറ്റർ എ, ഇ, ഐ, ഒ, യു ആണ് എഴുതുക. If A is an element of a set, we say that A belongs to A. അപ്പോൾ നമ്മൾ A is an element of a set A എന്ന് പറയേണ്ട ആവശ്യമില്ല. A സെറ്റ് എയിലെ എലമെന്റ് ആണെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയാ A belongs to A. ഈ ബിലോങ്സ് ടു എന്ന്
ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീക്ക് സിംബൽ എപ്സിലോൺ ആണ്. എ ബിലോങ്സ് ടു എ എന്ന് നമ്മൾ എഴുതുക എ എപ്സിലോൺ എ. അത് നമ്മൾ റീഡ് ചെയ്യുന്നത് എ ബിലോങ്സ് ടു എ. അപ്പൊ എ സെറ്റ് എയിലെ എലമെന്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ബിലോങ്സ് ടു എ. ഇതേ രീതിയിൽ എഴുതും. ഇനി എ ഓർ ബി, ബി ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് എ സെറ്റ് എ. അതിനെങ്ങനെ എഴുതുക? ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ എലമെന്റ് ആണ്, നോട്ട് ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ എന്തിട്ടാ മതി? ഇതിനിങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ലൈൻ ഇട്ടാൽ മതി. വി റൈറ്റ് ബി ഡസ് നോട്ട് ബിലോങ് ടു എ. ഇതേ രീതിയിൽ എഴുതും. അപ്പൊ ബിലോങ്സ് ടു എഴുതിയിട്ട് ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടാൽ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ബി എയിലെ എലമെന്റ് അല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സെറ്റ് ഓഫ് വി ഓഫ് വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഈ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് വവൽസ്. ദെൻ വി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു ആണ്. അപ്പോ എ എന്താണ്? ബിലോങ്സ് ടു വി ആണ്. എ വിയിലെ എലമെന്റ് ആണ്. ബട്ട് ബി എന്താണ്? ബി കൺസണന്റ് അല്ലേ, വവൽസ് അല്ലല്ലോ. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? ബി നോട്ട് ബിലോങ്സ് ടു വി എന്ന് എഴുതാം. അപ്പോ എലമെന്റ് ആണെങ്കിൽ ബിലോങ്സ് ടു, എലമെന്റ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു. അപ്പൊ ഇന്നെടുത്ത പോർഷന് ഹോംവർക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ ഒരു കളക്ഷൻ തന്നാൽ അത് സെറ്റാണോ അല്ലയോ എന്ന് പറയണം. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ്. അപ്പൊ ബോയ്സ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ബോയ്സിന്റെ എല്ലാവരുടെ പേരും എഴുതിയാൽ ആ കളക്ഷൻ നമുക്ക് കിട്ടും. അപ്പോ ഈ കളക്ഷൻ എന്താണ്? സെറ്റ് ആണ്. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അപ്പൊ 100-നേക്കാളും ലെസ്സായ നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ 1, 2, 3 എക്സെട്ര 99 വരെ അല്ലെ. ആരോട് ചോദിച്ചാലും 1 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആണ് പറയുക. അതുകൊണ്ട് 2 എന്താണ്? സെറ്റ് ആണ്. കളക്ഷൻ ഓഫ് ഓൾ നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അപ്പൊ മുൻഷി പ്രേംചന്ദ് എഴുതിയ എല്ലാ നോവൽസും, മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസ് നമുക്ക് ആരോട് ചോദിച്ചാലും അയാൾ അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ നോക്കിയാൽ നമുക്ക് എഴുതിയ നോവൽസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ഈ കളക്ഷനും എന്താണ്? സെറ്റാണ്. പക്ഷെ കളക്ഷൻ ഓഫ് ബെസ്റ്റ് നോവൽസ് അല്ലെങ്കിൽ ഗുഡ് നോവൽസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് നോവൽസ് എന്ന് പറഞ്ഞാൽ എന്തല്ല? അത് സെറ്റ് അല്ല അല്ലെ. ഓരോരാളുടെ ഇൻട്രസ്റ്റും എന്താണ്? വ്യത്യാസമാണ്. അതുകൊണ്ട് നോവൽസ് എന്ന് മാത്രം പറഞ്ഞാൽ അത് സെറ്റാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് നോവൽസ് എന്നോ ബെസ്റ്റ് നോവൽസ് എന്നോ പറഞ്ഞാൽ അതെന്തായിരിക്കില്ല? സെറ്റ് ആയിരിക്കില്ല. കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. ഈവൻ ഇൻഡിജേഴ്സ് നമുക്കറിയാം. ഈവൻ ഇൻഡിജേഴ്സ് എന്താണ്? സെറ്റാണ്. ആരോട് ചോദിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. അപ്പോ ഒരു 5 മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഓരോരാളും എഴുതുന്ന അതെന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ചില ആൾക്ക് ഏറ്റവും പേടി പൂച്ചേനെ ആയിരിക്കും അല്ലേ. അത്ര പോലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതും എന്താണ്? ആനിമൽസ് ഓഫ് ദ വേൾഡ് എന്ന് മാത്രം പറഞ്ഞാൽ സെറ്റാണ്. പക്ഷെ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സെറ്റ് ആയിരിക്കില്ല. കളക്ഷൻ ഓഫ് 5 മോസ്റ്റ് റിനൗൺഡ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ 5 റിനൗഡ് മാത്തമാറ്റീഷ്യൻസിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ ഈ റെഡിലുള്ളതെല്ലാം സെറ്റാണ്. ബ്ലൂവിൽ എഴുതിയിരിക്കുന്ന എന്തല്ല? സെറ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതണ്ടേ?
ഇത് എഴുതിയിട്ട് എന്ത് എഴുതണം? ഇറ്റ് ഈസ് എ സെറ്റ് ബിക്കോസ് ദിസ് കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇവിടെ എന്ത് എഴുതണം? ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് ബിക്കോസ് ദ കളക്ഷൻ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് ആൻസർ എഴുതുക. ഓക്കെ, താങ്ക് യു.